ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കണ്ടുവന്നിട്ട് എംപ്രസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എംപ്രസ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസമായിരിക്കും. മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ആളുകൾ നിങ്ങളെ നോക്കുന്ന രീതി, നിങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന രീതി, അതൊക്കെ നിങ്ങൾക്ക് മാറ്റമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ബോധേഡ് ആയിരിക്കും. അതാണ് എംപ്രസ് പറയുന്നത്. അതുപോലെ മാനിഫെസ്റ്റേഷൻ, എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭയങ്കര അബണ്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ലക്കുള്ള ദിവസമാണ്. പിന്നെ ഹൈലി അട്രാക്റ്റീവ് ആയിരിക്കും. മറ്റുള്ളവരെ നിങ്ങൾക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലേക്ക് വരുത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ മോഡസ്റ്റ് ആയിട്ടിരിക്കണം എന്നാണ്. സാഹചര്യങ്ങൾ വളരെ മോശമായിട്ടിരുന്നാലും നിങ്ങൾ വളരെ മോഡസ്റ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ കുലീനതയിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ ചില ആളുകൾ ഡീഫെയിംഡ് ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ചീത്ത വിളിക്കാനോ ചില കാര്യങ്ങളിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യാനോ ഒക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് വാണ്ട്സ് ആണ്. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. ഇത് പബ്ലിക് റെക്കഗ്നീഷനെയും സക്സസ് ആൻഡ് വിക്ടറിയുടെയും കാർഡാണ് 6 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാഷനെ വളരെയധികം ആഗ്രഹത്തോടു കൂടി, വളരെയധികം ഇഷ്ടത്തോടു കൂടി ഒരു കാര്യം നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ആഗ്രഹ സഫലീകരണത്തിൻ്റെ ദിവസമാണ്. നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഫ്രൂട്ട് ഓഫ് ദ ലേബർ നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഏർണിങ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുറച്ചധികം ലക്ഷറി ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചധികം നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. പരസ്പരം വളരെയധികം അടുത്ത് നിന്ന് ആളുകൾ, അകന്നു പോയിട്ടുള്ളവരാണെങ്കിൽ ആ ആളുകൾക്കിടയിലൊരു റിയൂണിയൻ വരുന്നതായിട്ടാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. പിന്നെ ഇത് പബ്ലിക് റെക്കഗ്നീഷൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾ മത്സര പരീക്ഷകളിൽ വിജയിക്കുക, അല്ലെങ്കിൽ മത്സരങ്ങളിൽ വിജയിക്കുക, നിങ്ങൾക്ക് വളരെ ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുക, ഇതൊക്കെയാണ് 6 ഓഫ് വാണ്ട് പറയുന്നത്. അതുപോലെ പബ്ലിക് റെക്കഗ്നീഷനാണ്. മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കും, മറ്റുള്ളവർ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുക, ഇതൊക്കെയാണ് ഈ 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അത് വന്നിട്ട് കിങ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇന്ന് വളരെ ക്ലവർ ആയിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും, കാര്യങ്ങൾ അതിൻ്റെ കൃത്യമായ നിർവചനത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് അത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ വളരെ ഷാർപ്പായിരിക്കും. വളരെ ക്ലാരിറ്റി ഉള്ളൊരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരോട് പറയേണ്ടത്, എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള നല്ല ക്ലാരിറ്റി ഉള്ളൊരു ദിവസമായിരിക്കും ഇന്നേ ദിവസം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിഴവ് വരാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഇന്നത്തെ ദിവസം തീരുമാനങ്ങൾ എടുക്കാൻ. ബിക്കോസ് നിങ്ങൾ കിങ് ഓഫ് സ്വോർഡ്സ് ആണ്, ഭൗതികതയുടെയൊക്കെ രാജാവാണ്. അപ്പോൾ അത്ര ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനങ്ങൾ എടുക്കാൻ. ഇവിടെ ക്ലാരിറ്റി കുറഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിന് ഇട കൊടുക്കരുത്. നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ സംസാരിക്കുക എന്നാണ്. വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അൺബയസ്ഡ് ആയിട്ട് ജഡ്ജ്മെൻറ്റ് എടുക്കുക. അതായത് നിങ്ങളൊരു വഴക്കിനൊക്കെ കോംപ്രമൈസ് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ പക്ഷം പിടിക്കാൻ പാടില്ല. അൺബയസ്ഡ് ആയിട്ട് ജഡ്ജ്മെൻറ്റ് നടത്തണം എന്നാണ് കിങ് ഓഫ് സോഡ്സ് പറയുന്നത്. കിങ് ഓഫ് സോഡ് ഈഗോയിസ്റ്റ് ആണ്, ഒരു ഗ്രാൻഡ് ഫാദർ ഫിഗറാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, കൺട്രോൾഡ് ആയിരിക്കും, മറ്റുള്ളവരെ ഭരിക്കാനൊക്കെ ശ്രമിക്കും, ഈഗോ വളരെ കൂടുതലായിരിക്കും, കോൺഫ്ലിക്റ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ കാർമികമായിട്ടുള്ള ഒരു പുതിയ തുടക്കമുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പുതിയ തുടക്കമുണ്ട് എന്നും കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാനായിട്ട് പോകുന്നതായിരിക്കാം.
നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാകാം. നിങ്ങളുടെ പുതിയ തുടക്കം എന്ന് പറയുന്നത് ഒരു കലാപരമായിട്ടുള്ള തുടക്കമാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് പോകാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മേഖലകൾ, നിങ്ങൾ ഒരുപാട് ഉയരം കീഴടക്കാനുള്ള ആളുകളാണ്. പക്ഷേ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഇന്നേ ദിവസം അതിനൊരു തുടക്കം കുറിക്കുന്നു എന്നാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡും കൂടിയാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ആയിരിക്കാം, ഒരു കോളായിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്തോ ഒരു സന്തോഷ വാർത്തയുമായിട്ട് ഒരു മെയിലോ ഒരു കോളോ ഒരു മെസ്സേജോ ഒക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. നെക്സ്റ്റ് ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് തന്നെയാണല്ലോ വരുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ ലവ് ആണ്. ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങളിലേക്ക് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ് വരുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു ഇമോഷണൽ എമർജൻസ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഇമോഷണലി തീരെ പരിഗണിക്കാതിരുന്ന ഇടങ്ങളിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു, അവർ നല്ലതായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരുന്നു, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു എന്നാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്നൊരു സഹായം കിട്ടുന്നതാവാം. ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പണം നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങളെ സഹായിക്കുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിൽ പുതിയ കുഞ്ഞാവയൊക്കെ വരും, ന്യൂ ബേബി വരും എന്നറിയുന്ന ഒരു വാർത്ത, ഒരു സന്തോഷ വാർത്ത ചിലപ്പോൾ ഇന്നേ ദിവസം കേൾക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം. ഒരു ന്യൂ ബേബി വരുന്നു എന്നാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രഗ്നൻസി റിവീൽഡ് ആവുന്നതാവാം. അങ്ങനെ അതാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നിറഞ്ഞു തുളുമ്പിയ സ്നേഹം നിങ്ങൾക്ക് ആരോടോ തോന്നുന്നു എന്നാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അവിടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങും കൂടിയുണ്ട്. സ്പിരിച്വലി കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്ന ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട്. ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഇവിടെ വീണ്ടും കിങ് ഓഫ് സോഡും ക്യൂൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങളിലെ മാസ്കുലിനിറ്റിയാണ് കൂടുതലായി നിന്നിരുന്നതെങ്കിൽ ഇന്ന് ഫെമിനിനിറ്റിയും കൂടെ വരുന്നുണ്ട്. രണ്ടും ഒരു ബാലൻസിലേക്ക് ഇന്നേ ദിവസം വരുന്നു. അപ്പോൾ അവിടെ ക്ലാഷുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എത്ര ഈഗോ ഉണ്ടോ അത്ര തന്നെ ഈഗോ ഉള്ള ആളുകളെ നിങ്ങൾ ഇന്നേ ദിവസം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ക്ലാഷസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെ അവർ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ വഴക്കുണ്ടാവും. ക്ലാരിറ്റിയും ഡിഫെൻസുമാണ് അവിടുത്തെ പ്രശ്നം. കമ്മ്യൂണിക്കേഷനാണ് പ്രശ്നം. കമ്മ്യൂണിക്കേഷനിലൂടെ വഴക്കുണ്ടാകാനാണ് സാധ്യത. കിങ് ഓഫ് കപ്പും ക്യൂൻ ഓഫ് കപ്പും രണ്ടും കട്ടയാണ്. ആരും വിട്ടു കൊടുക്കത്തില്ല. കിങ് ഓഫ് സോഡും ക്യൂൻ ഓഫ് സോഡും രണ്ടുപേരും ഒരേ ഫെമിനിൻ വേർഷനും മാസ്കുലിൻ വേർഷനുമാണ്. അതുകൊണ്ട് രണ്ടുപേരും വിട്ടു കൊടുക്കത്തില്ല, രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കും. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ വന്നാൽ അവിടെ ക്ലാഷ് ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഇത് അൺബയസ്ഡ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡും കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങളെ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ നിങ്ങളെ ചിലപ്പോൾ കോടതി കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പെടാനോ ചില നിയമവശങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരാനൊക്കെ സാധ്യതയുള്ളതാണ് ഈ ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. പണം നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം നിങ്ങളുടെ എവിടെയോ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ പെട്ടെന്ന് അതെടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്കത് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് ഒരു ലോങ് ടേം വ്യൂവിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാവാം. നിങ്ങൾ ലോങ് ടേമിലേക്ക് സ്പിരിച്വൽ ജേർണിയെ നോക്കി കാണുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരാളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതാണ് 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. പണത്തിനെ ഹോപ്പനൊപ്പനോ ചൊല്ലുന്നു, പണം മാനിഫെസ്റ്റ് ചെയ്യുന്നു, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പണത്തിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമാണ്. പണത്തിനെ നിങ്ങൾ ഏറ്റവും വില വയ്ക്കുകയും അതിൻ്റെ ഹൈ എനർജിയിൽ സ്വീകരിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പണം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് പണത്തിനോടുള്ള മൂല്യം പോലെ തന്നെ നിങ്ങൾക്ക് മൂല്യമുള്ള ഒരാളെയും നിങ്ങൾ മിസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 7 ഓഫ് വാൺസ് ആണ്.
കുറച്ചധികം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പൊരുതേണ്ടി വരുന്നു, അങ്ങനെയുള്ള ചിന്തയിൽ നിങ്ങൾ പെട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്ത മാത്രമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നലുകളും കൂടിയാണ്, നിങ്ങളുടെ ഹലൂസിനേഷൻസും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ചിന്തയാണ് എന്ന് മനസ്സിലാക്കി അതിനെ മാറി നിന്ന് നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ 7 ഓഫ് വാൻസിൻ്റെ എനർജി പറയുന്നത്. അതായത് ഒന്നിലധികം സാഹചര്യങ്ങളോട് നിങ്ങൾ എതിരിടേണ്ടി വരും. ചലഞ്ചസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനോടെല്ലാം നിങ്ങൾ എതിരിടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളോട് മത്സരിക്കാൻ മറ്റു ആളുകൾ ഉണ്ടായിരിക്കുന്നതും 7 ഓഫ് വാൻസിൻ്റെ ഒരു കാര്യമാണ്. നെക്സ്റ്റ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ധാരാളമായിട്ട് പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഒരുപാട് പണം നിങ്ങൾ ആവശ്യത്തിൽ, നിങ്ങൾ എത്ര പണം ആഗ്രഹിക്കുന്നു അത്രയും പണം നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന എനർജി പറയുന്നത് നിങ്ങൾ വളരെ ജനറസ് ആയിരിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക, സ്റ്റേബിളായിട്ടിരിക്കുക, സ്റ്റെബിലിറ്റിയോടുകൂടി ഇരിക്കുക, മച്യൂറായിട്ട് തീരുമാനങ്ങൾ എടുക്കുക, ഗ്രൗണ്ടഡ് ആയിരിക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇമോഷണലി നിങ്ങൾ വളരെ സ്റ്റേബിളായിരിക്കും, മച്യൂറായിട്ട് തീരുമാനങ്ങൾ എടുക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ധാരാളമായിട്ട് പണം വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ശ്രമം നടത്തണം. ബോട്ടം ഡിക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ഓഫർ, ഒരു യങ്ങർ എനർജിയിൽ നിന്നും ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് യങ്ങർ എനർജിയിൽ നിന്ന് ഓഫർ കിട്ടുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ജോബ് ഓഫർ കിട്ടുന്നതാവാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നതാവാം, ഗിഫ്റ്റ് കിട്ടുന്നതാവാം. യങ്ങർ എനർജിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കൂടുകയും പക്ഷേ സ്വഭാവത്തിൽ കൊച്ചു പിള്ളേരെ പോലെ പെരുമാറുകയും ചെയ്യുന്ന ആളുകളാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ഇന്നേ ദിവസം ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ആണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുള്ള ആളുകളാവാം. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാം, ഫിനാൻഷ്യൽ ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടിട്ടുള്ളതാവാം. അങ്ങനെ എന്ത് പ്രശ്നമായാലും നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ആ വോൺസിനെ നിങ്ങൾ റിലീസ് ചെയ്യണം, ഹീൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ നിമിഷം സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ നല്ല നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഈ ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിനെ നിങ്ങൾ ഹീൽ ചെയ്യുക, അതിനെ റിലീസ് ചെയ്ത് വിടുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫിനാൻസസ് ആൻഡ് കരിയർ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂവിനകത്ത് പല ഫാക്ടേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടാവും. അതിൽ ഒരു ഘടകം നിങ്ങളുടെ ഫിനാൻസും കരിയറും ആണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് റിലീജിയസ് ഫാക്ടേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നാണ് ഫിനാൻസും കരിയറും. നിങ്ങൾക്ക് നല്ല ജോബ് അല്ലെങ്കിൽ നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഫിനാൻസുമാണെന്ന് കാണുന്നുണ്ട്. ദെൻ സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. അതായത് നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്നു, നിങ്ങൾ കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നു, പക്ഷേ അയാൾ വരുന്നില്ല, ആ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനോടൊരു വിരക്തി തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളങ്ങനെ വിരക്തിയൊന്നും തോന്നണ്ട, നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കും, നിങ്ങളിലേക്കുള്ളത് നിങ്ങളിലേക്ക് തന്നെ വരും. ലാസ്റ്റ് കാർഡ് സോൾമേറ്റ് ആണ്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. എന്തൊക്കെ പറഞ്ഞാലും ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. ഇന്നലെയും നമുക്ക് സോൾമേറ്റിൻ്റെ കാർഡ്സ് റിപ്പീറ്റഡ്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെയാണോ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആരുടെ കൂടെയാണോ ഉള്ളത്, അത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കാണുന്നത് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾ, അതല്ല നിങ്ങളൊരാളെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആരെയാണോ വെയിറ്റ് ചെയ്യുന്നത് ആ ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഏഞ്ചൽസ് ഗൈഡൻസ് എന്തെന്ന് നോക്കാം. ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത്? ഏഞ്ചൽസ് ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ടേക്ക് ആക്ഷൻ ആണ്. നിങ്ങൾ ഫലം വേണം പക്ഷേ പ്രവൃത്തി ചെയ്യാൻ വയ്യ, അങ്ങനെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളോട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നെക്സ്റ്റ് റൊമാൻസ് ആണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ബ്ലിസ്, ആനന്ദം, സന്തോഷം, റൊമാൻസ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങൾ റൊമാൻസ് ആണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റൊമാൻസ് കിട്ടും. ദെൻ ഒരു നോ വന്നിട്ടുണ്ട്.
നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. നോ ആണ് വന്നിട്ടുള്ളത്. ദെൻ ഇഫ് യു ബിലീവ്, നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമിതമായി അല്ലെങ്കിൽ ശരിക്കും 100% നിങ്ങളതിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താണ് സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് അമർത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.